ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു സ്നാക്സുമായിട്ടാണ് ക്യാബേജിൻ്റെ സ്നാക്സ് ഉണ്ടാക്കാനാണ് പോകുന്നത്. ഇത് മേള് ക്രിസ്പിയാണ്, നല്ല ഉള്ള് നല്ല സോഫ്റ്റ് ഉണ്ടാകാം. എന്താ അടിപൊളി ടേസ്റ്റുള്ള സാധനമാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. അതിനുവേണ്ടി ഒരു ചെറിയൊരു ഇടത്തരം ക്യാബേജ് എടുത്ത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ടേ. ഇതുപോലെ അരിഞ്ഞു വെക്കും. പാത്രം ചൂടാവട്ടെ. നമുക്കിതിനകത്ത് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കേ. ചൂടായ എണ്ണയിലോട്ട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്ത് ഒരു 2 തണ്ട് കറിവേപ്പില അരിഞ്ഞിട്ടതേ അത് ഇട്ട് കൊടുത്ത് ഇതിനകത്ത് ഒരു 3 പച്ചമുളക് അത് ഇട്ട് കൊടുത്ത് അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ടേ. നമ്മൾ ജിഞ്ചർ ഗാർലിക്കിൻ്റെ ടേസ്റ്റിൻ്റെ പച്ച മണമൊക്കെ മാറി വരുന്നുണ്ട്. ഇതിനകത്തോട്ട് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാബേജില്ലേ അതിട്ട് കൊടുക്കാം. തീ ഒന്ന് കുറയ്ക്കേ. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിനകത്ത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കേ. ഈ ക്യാബേജിന് ആവശ്യമുള്ള ഉപ്പ് ഇത് മതിയേ. ഉപ്പിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് കവർ ചെയ്യാം. തീ തീരെ കുറച്ചിട്ടിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് തീ തീരെ കുറച്ചിടേ, സിമ്മി കിടക്കട്ടെ. 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ, എന്നിട്ട് എടുക്കാം നമ്മുടെ ക്യാബേജ്. നോക്കേ, ക്യാബേജൊക്കെ നല്ല വാടി. ഇനി ഇതിൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ ചിക്കൻ മസാല. ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യേ. തീ സിമ്മി കിടക്കുകയാണ്. ഇനി ഇതിലോട്ട് 2 കിഴങ്ങ്
പുഴുങ്ങി പൊടിച്ച് വെച്ചേക്കുന്നത്. 2 അല്ല 3 വലിയ കിഴങ്ങ പുഴുങ്ങി പൊടിച്ച് വെച്ചേക്കുന്നത്. വലിയ കിഴങ്ങേ. ഉപ്പൊന്നും ഇടാതെ പുഴുങ്ങി പൊടിച്ചതേ. ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. കാര്യം ക്യാബേജ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ലേ. നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു 4 മണി പലഹാരേ. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇതെല്ലാം നല്ല മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് തണുക്കണം. ഇനി ഇതൊന്ന് തണുക്കട്ടെ. നമ്മുടെ ഈ കൂട്ടിന് ഒരിളം തണുപ്പ് ഉള്ളിനിപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കേ. ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കേ. ഇനി ഒരു മിനിറ്റ് കൂടെ ഇരിക്കട്ടെ. ചെറിയൊരു തണുപ്പേ ഉള്ളൂ. 1 മിനിറ്റ് കഴിഞ്ഞെടുക്കാം. നമ്മുടെ ക്യാബേജും കിഴങ്ങിൻ്റെയും കൂട്ടി ഇവിടെ ഇരിക്കട്ടെ. തണുത്തൊക്കെ കഴിഞ്ഞ് ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു കവറിങ്, ഇതിനൊരു ഓട്ടയുണ്ട്, ഇതിൻ്റെ മേളിലൊരു മുക്കി പൊരിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബൗളിനകത്ത് കുറച്ച് മൈദാമാവേ, 4 ടേബിൾ സ്പൂൺ മൈദമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ കൂട്ടിനനുസരിച്ച് ഇതിപ്പം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുത്തേ. കോൺഫ്ലോർ ഇല്ലെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇതിനകത്ത് കുറച്ച് ഉപ്പ്, ലേശം ഉപ്പ്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം എടുത്ത് കലക്കി എടുക്കേ. അപ്പം ഈ പൊടിക്കൊന്നും കണക്കൊന്നുമില്ലേ. ഇത് കട്ടയില്ലാതെ കലക്കിയെടുക്കാം. കണ്ടില്ലേ, അധികം അങ്ങ് നേർമയാവരുത്, ഭയങ്കര കട്ടിയാവരുതേ. ഇതുപോലെ ഇതോടെ ഇരിക്കട്ടെ. നമ്മുടെ കൂട്ട് ഇങ്ങോട്ടെടുത്ത് വെക്കേ. അത് ഒരു പ്ലേറ്റ് ഇതിനകത്തോട്ട് കൂട്ടില്ലേ, കുറേശ്ശെ ഇപ്പം തണുത്ത് കഴിഞ്ഞ് ഇത് ഉരുട്ടി ഈ പ്ലേറ്റിലോട്ട് എടുത്തിന് വെക്കേ. ഇതിനകത്ത് വേണമെങ്കിൽ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം, പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ എരിക്കനുസരിച്ച് ഞാൻ ഇട്ടിട്ടില്ല ഇപ്പം കുരുമുളക് പൊടിയൊന്നും.
ഇതുപോലെ എല്ലാം നമുക്ക് ഉരുട്ടി ഇങ്ങനെ വെക്കാം. കണ്ടേ, നമ്മുടെ ക്യാബേജിൻ്റെ കൂട്ട് മൊത്തം ഉരുട്ടി വെച്ച് ഇവിടെ ഇരിക്കട്ടെ. ഞാൻ എന്താ അടുപ്പ് കത്തിച്ച് നമുക്ക് എണ്ണ വെക്കാം. നമ്മുടെ എണ്ണ ഞാൻ ചൂടാക്കി മീഡിയം ഫ്ലെയിമിൽ വെക്കാവുള്ളേ. എണ്ണ ചൂടായി വന്നുണ്ട്. നമ്മൾ ഇതാണ്ട് ഈ ഒരു 4 കഷ്ണം ബ്രെഡ് എടുത്ത് മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടേ. ഇത് നമുക്ക് ഇതിൽ നിന്ന് ഓരോ ഉരുളകളായിട്ട് ഇതിനകത്തോട്ടിടേ. നമുക്കിതൊരു ഇങ്ങനെ എടുത്തൊരു പ്ലേറ്റിലോട്ടാക്കി വെക്കേ. അപ്പോഴത്തേക്ക് എണ്ണ ചൂടാവട്ടെ. ഇതുപോലെ ഓരോ ഉരുളകളും എടുത്ത് ഇത് വേണമെങ്കിൽ ഡബിൾ കോട്ടിങ്ങും കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഒന്നേ കൊടുക്കുന്നുള്ളൂ. അതുപോലെ ഇതുപോലെ എല്ലാം എടുത്ത് വെക്കേ. നമ്മൾ ലാസ്റ്റ് ഉണ്ടയും റെഡിയേ. ആ ഉരുളയെടുത്ത് കാര്യം ഇനിയിപ്പോൾ ഈസിയാണ്, എളുപ്പമായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാം ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് കൈയൊക്കെ കഴുകിയിട്ട് വന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിത് ഓരോന്നായിട്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മതി. എന്തായാലും 2 ട്രിപ്പായിട്ടേ വെക്കൂ. അങ്ങനെ കിടക്കട്ടെ, ഒരു വശം റെഡിയാകട്ടെ. അല്ലെങ്കിൽ കുത്തി പൊട്ടിപ്പോയാലേ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ചെറിയ തീ മതിയേ, സിമ്മിലിട്ടിരുത്താൽ മതി. സിമ്മിട്ടേക്കാം. ഇങ്ങോട്ട് മാറ്റാം. ഞാനൊരു പേപ്പറൊക്കെ വെച്ച് പ്ലേറ്റൊക്കെ സെറ്റാക്കി വെച്ചേക്കാണ്. കാര്യം അകത്ത് വേവാനൊന്നും ഇല്ലല്ലോ, എല്ലാം വെന്തിരിക്കുന്നതല്ലേ. പുറത്ത് ഈ കോട്ടിക്ക് മാത്രമേ ഉള്ളൂ ഫ്രൈ ആയി കിട്ടാൻ. ശകലം കൂടെ തീയിട്ട് കൊടുക്കേ.
സ്പൂണാണ് നല്ലത് ഇളക്കിയെടുക്കാൻ. റെഡി ആവട്ടെ. നമ്മളെ എല്ലാം റെഡിയായേ, നമുക്ക് എടുക്കാം ഇത്. കിളിക്കിലാന്നാവുന്നല്ലേ, പക്ഷെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. സോഫ്റ്റ് ആയിരിക്കും എല്ലാം ആണ്. വിളമ്പം സൂക്ഷിക്കുക. സ്പൂൺ കൊണ്ട് സ്പൂണൊന്നും ഞാൻ ഇടുന്നില്ല, കാര്യം പൊട്ടൽ സംഭവിച്ചാലോ. ഒക്കെ എന്ത് രസമുണ്ടല്ലേ, കഴിക്കാനും രസമുണ്ട്. ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കണേ, കാര്യം അല്ലെങ്കിൽ ഇട്ട വശം തന്നെ കരിഞ്ഞു പോകും. അതൊക്കെ ചെയ്യാനുള്ളൂ. നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് ക്യാബേജ് ഉണ്ടയും റെഡിയായി. ഗ്യാസ് ഓഫാക്കേ. ഇനി ഇതൊന്നും തണുക്കട്ടെ. ഓക്കെ, നമ്മളെ ക്യാബേജ് ഉണ്ടകളെല്ലാം റെഡി ആയിട്ട് എന്ത് ടേസ്റ്റാണെന്നറിയാവോ. നല്ല ഇത് മേള് ക്രിസ്പിയാണ്, നല്ല ഉള്ള് നല്ല സോഫ്റ്റ്. എന്താ അടിപൊളി ടേസ്റ്റുള്ള സാധനമാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.